ഉത്ഭവപാപമില്ലാതെ ജനിച്ച പരിശുദ്ധ മറിയത്തിൻ്റെ തിരുനാളാണിന്ന്. പാപമില്ലാതെ മറിയം ജനിച്ചു, പക്ഷേ ജീവിതത്തിലുടനീളം പ്രലോഭനങ്ങൾ മറിയത്തിൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലൊരു സിനിമ വന്നിട്ടുണ്ട്, പേര് മേരി. ക്രിസ്മസിന് ഒരുക്കാനുള്ള നല്ലൊരു ധ്യാനമായിരിക്കും സിനിമ. അതിൽ ഗബ്രിയേൽ ദൂത് മാത്രമല്ല പരിശുദ്ധ മറിയത്തിൻ്റെ അടുത്ത് വരുന്നത്, പലതവണ ലൂസിഫറും വരുന്നുണ്ട് മറിയത്തെ വഴിതെറ്റിക്കാൻ. മറിയം ടെമ്പിളിൽ പെൺകുട്ടിയാണല്ലോ, അവളവിടെ എപ്പോഴും ബിസിയാണ്. ക്ലീനിങ്, കുക്കിംഗ്, ഗാർഡനിങ്. അതും പോരാഞ്ഞിട്ട് തെരുവിലെ പാവപ്പെട്ട മനുഷ്യർക്ക് അപ്പം കൊണ്ട് കൊടുക്കും. ഒരു ദിവസം ഇങ്ങനെ അപ്പം കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ പുരോഹിത വേഷത്തിലൊരു ചെറുപ്പക്കാരൻ. അവൾ ഇതിനു മുമ്പ് അയാളെ കണ്ടിട്ടില്ല. അവൻ ലൂസിഫറായിരുന്നു. അവൻ ചോദിക്കും, നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ? മേരി പറയും, ഐ കീപ് ബിസി, എനിക്കിപ്പോൾ സംസാരിക്കാൻ നേരമില്ല. അപ്പോൾ അയാൾ പറയും, നീ നിനക്ക് വേണ്ടി ആനന്ദിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ടോ? മേരി പറഞ്ഞു, ദൈവിക രഹസ്യങ്ങൾ ഞാൻ എന്നും ആനന്ദം കണ്ടെത്തുന്നുണ്ട്. നിങ്ങൾ കണ്ടെത്തുന്നില്ലേ? ഞാൻ കണ്ടെത്തുന്നുണ്ട് മേരി, പക്ഷെ ഇവിടെ ടെമ്പിളിലാകെ പ്രശ്നങ്ങളാണല്ലോ. അപ്പോൾ നിങ്ങൾക്കെൻ്റെ പേരറിയാമല്ലേ? എനിക്കതിനെ കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ നിന്നെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അടുത്ത് വരുമ്പോൾ മേരി പറയും, എനിക്ക് പഠിക്കാനായിട്ട് ഞാൻ പോണ്, നീ അവിടെ നിൽക്ക്. ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് ആരോടാണ് വിധേയത്വം? ഹെറോദ് രാജാവിനോടാണോ? എനിക്കൊരാളുടെ വിധേയത്വമുള്ള ദൈവത്തോടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നീ സെലക്റ്റാണല്ലോ. രാജാവിൻ്റെ ടെമ്പിളിൽ ഒറ്റുകാരിയല്ലേ നീ? അവളോട്, ഞാൻ ദൈവത്തിൻ്റെ ടെമ്പിളിലെ വേലക്കാരിയാണ്. രാജാവിന് വേണ്ടി നിലകൊണ്ടാൽ നിനക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടും, ടാഞ്ചിബിൾ റിവാർഡ്സ്. എൻ്റെ റിവാർഡ് എനിക്കറിയാം, മേരി പറയും. ആ സമയത്താണ് ഗബ്രിയേൽ വരുന്നത്. ഗബ്രിയേൽ പറയും, ലൂസിഫറെ അവൾ വിട്ടുപോ. ലൂസിഫർ പോവാണ്. പക്ഷേ ആ സിനിമയിൽ മേരിക്ക് ആക്ഷേപ്സ് ഉള്ളപ്പോഴൊക്കെ ഈ ലൂസിഫർ ഇങ്ങനെ കയറി വരുന്നുണ്ട് വഴിതെറ്റിക്കാൻ. അറിവില്ലാതെ വന്ന പാപത്തെ മാത്രമല്ല മറിയം മറികടന്നത്, അറിവോടെ വന്ന പാപത്തെയും മറിയം മറികടന്നു. അതാണ് മറിയം സ്പെഷ്യലാവുന്നത്.